കേരളത്തിൽ 70 കിലോമീറ്ററിനടുത്ത് ദൂരം കൊടും കാടിനുള്ളിലൂടെ യാത്ര ചെയ്താലോ? അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ KSRTC ബസ്സിനകത്ത്. കാടിന്റെ ഭംഗിയും മൃഗങ്ങളെയും കാണാൻ പറ്റുന്ന നമ്മുടെ സ്വന്തം ഗവിയിലേക്കാണ്. അപ്പോൾ വിട്ടാലോ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു ചായ കുടിച്ചിട്ട് അങ്ങ് തുടങ്ങാം. തമിഴ്നാടുമായി അതിരു പങ്കിടുന്ന ഗ്രാമമാണ് കുമിളി. ഇവിടെ നിന്നും കമ്പത്തിൽ പോയിട്ട് മുന്തിരിത്തോട്ടവും അതേപോലെ തന്നെ മേഘമലയിലേക്കും ഒക്കെ നമ്മൾ പോയിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഇപ്പം പോകുന്നതേ ഗവിയിലേക്കാണ്. ഇവിടുന്ന് 5:30 ഗവിയിലേക്ക് പോകുന്ന ആദ്യത്തെ ബസ് പോകുന്നത്. ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പാ, അതേപോലെ ഇതാ കോടമഞ്ഞും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് പോകാനുള്ള ബസ് വന്ന് 5:30 പോകേണ്ട ബസ്സാ. ഇപ്പം സമയം 5:50. എന്തായാലും ബസ്സിന് രാവിലെ തന്നെ കുറച്ച് പണിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റാണ്. കുറച്ച് ദൂരം വന്നപ്പോഴേക്കും ഇതാണ് വണ്ടിപ്പെരിയാറ്. ഇവിടുന്നും കുറച്ച് ആളുകൾ മാത്രമേ കയറാനുള്ളൂ. ഗവിയിൽ വരണം, അവിടുത്തെ കാഴ്ചകൾ കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലേ ഈ ഒരു വീഡിയോ എന്തായാലും സേവ് ചെയ്ത് വെച്ചോ. ഇവിടേക്ക് വരാനുള്ള എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളും ഈ ഒരു വീഡിയോനകത്ത് പറയുന്നുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് KSRTC ബസ്സിനകത്ത് ഗവിയിൽ വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റും. ഇരുട്ടായതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ കാഴ്ചകളൊന്നും കാണാനില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിപ്പം വള്ളക്കടവ് ചെക്ക് പോസ്റ്റിലെത്തി. ഇവിടുന്ന് അങ്ങോട്ടേ കാടങ്ങ് തുടങ്ങുക. വള്ളക്കടവ് നിന്നും കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് വരെയാണ് കാടുള്ളത്. അതെ, 70 കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട്. അതായത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് 70 കിലോമീറ്ററിനടുത്ത് ദൂരം നമ്മൾ കൊടും കാടിനുള്ളിലാണ്. ഗവിയിലേക്ക് ഒരു ദിവസം 30 വാഹനങ്ങൾക്ക് മാത്രമാണ് കടന്നു പോകാൻ പറ്റുക. അതും ഓൺലൈനായിട്ട് മാത്രമാണ് ബുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. പത്തനംതിട്ടയിൽ നിന്നും ഗവി വഴി കുമിളിക്കും, കുമിളിയിൽ നിന്നും ഗവി വഴി പത്തനംതിട്ടയ്ക്കും ബസ്സുകൾ പോകുന്നുണ്ട്. ബസ്സിൻ്റെ സമയവും കാര്യങ്ങളും എല്ലാം നമ്മൾ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. ബുക്ക് ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളും എല്ലാം നമ്മൾ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു KSRTC ബസ്സിനകത്ത് വരികയാണെങ്കിലേ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. അങ്ങനെ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മളിങ്ങനെ മുൻപോട്ട് പോവുകയാണ്. ഇനി നമുക്ക് ഏതൊരു നിമിഷവും മൃഗങ്ങളെ കാണാൻ പറ്റും. അതുമാത്രമല്ല കാടിൻ്റെ ഭംഗിയും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഈ റൂട്ടിൽ പോകുന്ന സമയത്ത് 5 ഡാമുകൾ നമുക്ക് കാണാൻ പറ്റും. ഗവി ഡാമും പമ്പ ഡാമും ആനത്തോട് ഡാമും കക്കി ഡാമും മൂഴിയാർ ഡാമും. ഇതില്ലേ 4 ഡാമിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. കേരളത്തിൽ ഇത്രയും അധികം ഡാമിൻ്റെ മുകളിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു ഗവി. രൂപയാണ് ബസ് ടിക്കറ്റ് വരുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദൂരം കാടിനുള്ളിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ടാണ് ഈ ഒരു ഗവി. പിന്നെ വരുന്നത് നമ്മുടെ മലക്കപ്പാറയാണ്. ചാലക്കുടിയിൽ നിന്നും ആതിരപ്പള്ളി, വായച്ചാൽ, പിന്നെ അങ്ങനെ മലക്കപ്പാറ. അതും ഒരടിപൊളി റൂട്ട് തന്നെയാണ്. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴേക്കും നമ്മളിതാ ഇവിടെ നിർത്തി. ഇതാണ് ഗവി വ്യൂ പോയിന്റ്. ഇവിടെ നിന്ന് നോക്കിയാലേ കണ്ണെത്താ ദൂരത്തോളം മലകൾ ഇങ്ങനെ കാണാൻ പറ്റും. ചില സമയങ്ങളിൽ ആ ഒരു മലയുടെ മുകളിലൊക്കെ ആനകളെ കാണാൻ പറ്റും. ഓർഡിനറി സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ ഈ റൂട്ടിൽ തന്നെയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഇവിടെ നിന്നും കടുവയെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു ബസ്സിനകത്ത് വന്നിട്ടുള്ള ആളുകൾ തന്നെയാണ് കടുവയെ കണ്ടിട്ടുള്ളത്. കാടിനുള്ളിൽ കയറുന്ന സമയത്ത് മൃഗങ്ങളെ കാണുക എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ്. എന്തായാലും കുറച്ച് മുൻപോട്ട് പോയി നോക്കാം. എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിങ്ങനെ മുൻപോട്ട് പോകുന്നത്.
അങ്ങനെ ഇതാ ആദ്യത്തെ ഡാം, ഇതാണ് ഗവി ഡാം. ഗവിയിലേക്ക് വരുന്ന സമയത്ത് ട്രക്കിങ്ങും ബോട്ടിങ്ങും ഒക്കെ ബുക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിലേ നിങ്ങൾ ഇവിടെ ഇറങ്ങണം. ഇവിടെ നിന്നുമാണ് ട്രക്കിങ്ങും അതേപോലെ തന്നെ ബോട്ടിങ്ങും കാര്യങ്ങളും എല്ലാം തുടങ്ങുന്നത്. ബസ്സിനകത്ത് കുറച്ചാളുകളും കൂടെ കയറി നമ്മളിങ്ങനെ മുൻപോട്ട് പോവാണ്. ഈ ഒരു യാത്രയിലെ ഒരുപാട് ചെറിയ ചെറിയ ഇതേപോലത്തെ പാലങ്ങളുണ്ട്, നല്ല ഭംഗിയുള്ള പാലങ്ങൾ. ഇവിടെയാണ് പമ്പ ഡാം. ഈ ഒരു ഡാമിൻ്റെ മുകളിൽ നമുക്ക് കയറാൻ പറ്റില്ല. എന്തായാലും ഡാമിൻ്റെ സൈഡിലൂടെ നമ്മളിങ്ങനെ മുൻപോട്ട് പോവുകയാണ്. അങ്ങനെ ഡാം കഴിഞ്ഞു കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും നമ്മളിതാ വീണ്ടും ഇവിടെ ഇറങ്ങി. ഇവിടെ ഇറങ്ങിയതേ നമുക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. 90 കിലോമീറ്ററിനടുത്ത് ദൂരം ഇനിയും പോകണം പത്തനംതിട്ടയിലേക്ക്. പിന്നെ ഇതാ ഈ ഒരു ബിൽഡിങ് കണ്ടോ, മൊത്തമായിട്ട് കരിങ്കല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളെന്തായാലും ഒന്നിന് പോവല്ല, ഇവിടെ നമുക്കൊരു കാഴ്ച കാണാനുണ്ട്. നല്ല ഭംഗിയല്ലേ, വരച്ചു വെച്ചോണ്ടല്ലേ. ഇതേതാണ് മരം എന്നൊന്നും അറിയില്ല, പക്ഷെ അതിൻ്റെ വേര് കണ്ടോ, എന്ത് ഭംഗിയായിട്ടാണല്ലേ പോയിട്ടുള്ളത്. വരച്ചു വെച്ച പോലെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കാഴ്ചകൾ. അതിൻ്റെ തൊട്ടടുത്തതാ ഈ ഒരു മരവും കൂടെ ഉണ്ട്. ഇതാരാ റോഡുമല്? ഇവരെ നമുക്കിവിടെ ഒരുപാട് കാണാൻ പറ്റും. ഇവർക്ക് നമ്മുടെ പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തായാലും രാവിലത്തെ പുട്ടും കടലയും ഒക്കെ കഴിച്ച് നമ്മളിങ്ങനെ മുൻപോട്ട് പോവുകയാണ്. ഇതാണ് അടുത്ത ചെക്ക് പോസ്റ്റ്, ഗവി ഫോറസ്റ്റേഷൻ ചെക്ക് പോസ്റ്റാണിത്. 6 മണിക്കൂറിനടുത്ത് സമയം വേണം നമ്മൾ പത്തനംതിട്ട എത്താൻ വേണ്ടിയിട്ട്. അതില്ലേ 3 മണിക്കൂറിന് മുകളിൽ സമയവും നമ്മൾ ഈ ഒരു കാടിനുള്ളിൽ തന്നെ ആയിരിക്കും. കാട് തുടങ്ങിയത് തൊട്ട് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമെന്ന് ഇങ്ങനെ 4 പാടും നോക്കിയിട്ടാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. എന്തായാലും ഭാഗ്യമുണ്ട്, ഇതാ കാട്ടുപോത്ത്. ഒരാൾ മാത്രമേ ഉള്ളൂ, പക്ഷെ ഉള്ളതേ ഒരു 1.5 മുതൽ തന്നെയാണ്. കാടിനുള്ളിലായതുകൊണ്ട് തന്നെ കുറച്ച് സമയം മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. നേരെ താഴോട്ട് ഇറങ്ങിപ്പോയി. ബസ്സിനകത്ത് ഈ കാണുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എവിടെ വേണമെങ്കിലും നമുക്ക് കയറിയിരിക്കാം. അങ്ങനെ മുൻപോട്ട് വന്നപ്പോഴേക്കും ഇതാ അടുത്ത ഡാം. ഇതാണ് ആനത്തോട് ഡാം. ഡാമിൻ്റെ മുകളിലൂടെ ബസ്സിനകത്തുള്ള യാത്രയെ അതൊന്ന് വേറെ തന്നെയാണ്. വീണ്ടും കുറച്ചു ദൂരം കാടിനുള്ളിലൂടെ യാത്ര ചെയ്ത് മുൻപോട്ട് വന്നപ്പോഴേക്കും ഇതാണ് കക്കി ഡാം. ഇവിടെ ഒന്ന് നോക്കിയാലേ പൊന്നമ്പലമേട് കാണാൻ പറ്റും. ശബരിമലയിലെ മകരവിളക്ക് നമുക്ക് ഇവിടെ നിന്നാലും കാണാൻ പറ്റും. ഇവിടുത്തെ ഒരു ഹൈറ്റ് നോക്ക്, താഴെ ഭാഗത്തൊരു റോഡൊക്കെ കാണുന്നുണ്ടോ? ഈ ഒരു മല തുളച്ചിട്ട് പെൻസ്റ്റോക്ക് പൈപ്പ് പോയിട്ടുണ്ട്. കക്കി ഡാമിൽ നിന്നും വെള്ളം കൊണ്ടുപോകുന്നതാ. അത് ഞാൻ കുറച്ച് മുൻപോട്ടെത്തിയിട്ട് കാണിച്ചുതരാം.
സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3400 അടി ഉയരത്തിലാണ് നമ്മുടെ ഗവി. ഇവിടുത്തെ മലയുടെ മുകളിൽ കയറിയാലേ ശബരിമലയുടെ ഒരു ലോങ് വ്യൂ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ മുൻപോട്ട് വന്നപ്പോഴേക്കും ഇതാ KSRTC ബസ്. ഈ ഒരു ബസ് പത്തനംതിട്ടയിൽ നിന്നും 5:30 എടുക്കുന്ന ബസ്സാണ്. കടുവയും ആനയും പുലിയും കരടിയും തുടങ്ങിയ എല്ലാ വന്യമൃഗങ്ങളും ഉള്ള കാടാണിത്. ഈ റൂട്ടിൽ ചില ഭാഗങ്ങളിലെ കാട് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പെൻസ്റ്റോക്ക് പൈപ്പ്. ശബരിഗിരി പദ്ധതിയുടെ ഭാഗമായി കക്കി ഡാമിൽ നിന്നും വെള്ളമൊഴുക്കി കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പാണിത്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു മല തുളച്ചിട്ടാണ് ഈ ഒരു പൈപ്പ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. ഇനി കുറച്ചും കൂടെ മുൻപോട്ട് പോയാലാണ് മൂഴിയാർ ഡാം. നമ്മൾ എന്തായാലും ഇവിടെ ഇറങ്ങി. ഈ ഒരു കൊടും കാട്ടിലാണ് ഇപ്പം നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. എന്താ സംഭവം എന്നറിയോ? ആ വരുന്ന ബസ് കണ്ടോ, അത് പത്തനംതിട്ടയിൽ നിന്നും 6:30 എടുക്കുന്ന ബസ്സാണ്. ഈ ഒരു ബസ്സിനകത്ത് കയറിയിട്ട് നമ്മൾ കുമിളിയിലേക്ക് തന്നെ പോവുക. കാടിനകത്തുകൂടെ യാത്ര ചെയ്യുന്ന സമയത്തെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആനയോ കാട്ടുപോത്തോ അങ്ങനെ മൃഗങ്ങളെ കണ്ടിങ്ങനെ മുൻപോട്ട് പോവുകയാണെങ്കിൽ യാത്രയ്ക്കൊരു പ്രത്യേക വൈബായിരിക്കും. കുറച്ച് കാടിനുള്ളിലൂടെയൊക്കെ പോയി മൃഗങ്ങളെ ഒന്നും കണ്ടില്ലെങ്കിൽ ഒരുപാട് സമയം നോക്കി നിന്ന് നമുക്കങ്ങ് ചടയ്ക്കും. നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെ ഇറങ്ങിയിട്ടില്ല. എന്തായാലും പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന ഈ ഒരു ബസ് ഇതാ ഇവിടെ നിർത്തിയിട്ടുണ്ട്. കക്കി ഡാമിൻ്റെ റിസർവയർ ആണ് ഈ കാണുന്നത്. ഇതിനു മുൻപ് 2 പ്രാവശ്യം നമ്മൾ ഈ ഒരു റൂട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതാ നമുക്ക് ഇതേപോലെ ആനയെയും കാണാൻ പറ്റിയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ ഈ ഒരു ഗവിയിലേക്ക് വരുന്ന സമയത്ത് മൃഗങ്ങളെ കാണാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ. അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.